റെയിൽവേയുടെ പാർക്കിംഗ് ഫീസ് വർധനവിൽ വലഞ്ഞ യാത്രക്കാർ 20 മുതൽ 30% വരെയാണ് റെയിൽവേ സ്റ്റേഷനുകളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് നിരക്ക് വർദ്ധിപ്പിച്ചത്. നിരക്ക് വർധനവിൽ ഇളവ് വരുത്തണമെന്ന് യാത്രക്കാർ ആവശ്യപ്പെടുന്നു. ഭീമമായ നിരക്ക് വർധനവ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് സ്ഥിരം യാത്രക്കാരെയാണ്. രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ വാഹനം വെച്ച് ജോലിക്ക് പോയി മടങ്ങിയെത്തുമ്പോൾ റെയിൽവേ ടിക്കറ്റിനേക്കാൾ ഇരട്ടി തുകയാണ് യാത്രക്കാർക്ക് പാർക്കിങ്ങിനായി നൽകേണ്ടി വരുന്നത്. എറണാകുളം നോർത്ത്, സൗത്ത് എന്നീ സ്റ്റേഷനുകളിൽ സാധാരണ പാർക്കിങ്ങും പ്രീമിയം പാർക്കിങ്ങും റെയിൽവേ ഒരുക്കുന്നുണ്ട്. ഒരു ദിവസം സാധാരണ പാർക്കിങ്ങിന് 30 രൂപയും പ്രീമിയം പാർക്കിങ്ങിന് 150 രൂപയുമാണ് ബൈക്കിന് ഈടാക്കുന്നത്. എറണാകുളത്ത് നിന്നും ആലപ്പുഴയിലേക്കും കോട്ടയത്തേക്കും 20 രൂപ മാത്രമേ ജനറൽ ടിക്കറ്റിന് വേണ്ടി വരുന്നുള്ളൂ എന്ന സാഹചര്യത്തിലാണ് ഇത്. ഈ കോട്ടയം വരെ നമുക്ക് യാത്ര നടത്താൻ 20 രൂപ മതി. പക്ഷെ ഇവിടെ പാർക്ക് ചെയ്യണമെങ്കിൽ 80 രൂപ ഒരു മണിക്കൂറിന് കൊടുക്കണം. അപ്പോൾ അത് യാത്രക്കാരായ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ്. പാർക്കിംഗ് കാർക്കുള്ള ആൾക്കാർക്ക്. ഇപ്പോൾ ബൈക്കിൻ്റെ കാര്യമൊക്കെ എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ. ഇരുചക്ര വാഹനങ്ങൾ 2 മണിക്കൂർ പാർക്ക് ചെയ്യാൻ നേരത്തെ 5 രൂപയായിരുന്നു. ഇപ്പോൾ 10 രൂപ നൽകണം. 3 വീലറും 4 വീലറും 2 മണിക്കൂറിന് 30 രൂപയാണ് ഫീസ്. നേരത്തെ രണ്ടിനും വ്യത്യസ്ത നിരക്കായിരുന്നു. ഇരുചക്ര വാഹനങ്ങൾക്ക് പ്രതിമാസം 200 രൂപയായിരുന്നു പാർക്കിംഗ് ഫീസെങ്കിൽ ഇപ്പോൾ 600 രൂപ നൽകണം. പാർക്കിംഗ് ഫീസ് വർധനവ് കുറക്കണമെന്ന് യാത്രക്കാർ ആവശ്യപ്പെടുന്നുണ്ട്. ഇത് അപ്രൈസ് കൊടുത്തിട്ടുണ്ട്, അതിനിത് ചെയ്തിട്ടൊന്നുമില്ല. ഇപ്പോഴും ചാർജ് കൂട്ടിയേക്കണം. അപ്പോൾ ഞങ്ങൾ ചാർജ് കുറച്ച് തന്നെ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. മഴയും വെയിലും കൊള്ളും. എന്തെങ്കിലും ഹെൽമെറ്റ് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവർ ഉത്തരവാദിത്വം നേക്കൂല. നമ്മൾ സഹിച്ചോളണം. എന്തെങ്കിലും ചിലർ വണ്ടിയിലെങ്കിലും ഓടിച്ചുകൊണ്ട് പോകും. അതൊന്നും അവർ ഇത് നമ്മുടെ സഹിച്ചു. അത് വേറെ ഉത്തരവാദിത്വം അവർക്കൊന്നുമില്ല. പൈസ മേടിക്കാമെന്ന് മാത്രമേ ഉള്ളൂ ഇവർക്കിത്. ഇത്ര കാശ് മേടിക്കാതെ ട്രെയിൻ യാത്ര ചെയ്യാൻ വേണ്ടി ഇത്ര തന്നെ ഉള്ളൂ. കോട്ടയം എറണാകുളം 30 രൂപ ഉള്ളൂ. പാർക്കിംഗ് ചെയ്യാൻ 80 രൂപ മേടിക്കുന്നത് ബുദ്ധിമുട്ടാണ്. പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾക്ക് സുരക്ഷ ഉറപ്പു നൽകാൻ സാധിക്കുന്നില്ലെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. ഹെൽമറ്റ് പോലുള്ളവ സൂക്ഷിക്കണമെങ്കിൽ വേറെ ഫീസ് നൽകി ക്ലോക്ക് റൂമിൽ സൂക്ഷിക്കണം. നിരക്ക് വർധനവിനെതിരെ പരാതികൾ ഉയർന്നിട്ടുണ്ടെങ്കിലും ഇത് ഗൗരവത്തിലെടുക്കാൻ റെയിൽവേ തയ്യാറായിട്ടില്ല. ക്യാമറമാൻ ബൈജു CS-നൊപ്പം കിരൺകുമാർ, അമൃത ന്യൂസ്, കൊച്ചി. പാർക്കിംഗ് നിരക്ക് വർദ്ധിപ്പിക്കുമ്പോൾ വാഹനങ്ങൾക്ക് മതിയായ സുരക്ഷ ഉറപ്പുവരുത്തുന്നില്ല എന്ന ആക്ഷേപവും ശക്തമാണ്. പ്രതികരണങ്ങൾ കാണാം. അന്യായമായ ഒരു ചാർജാണ് ഈടാക്കുന്നതെന്നുള്ളത് പലരും പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. നമുക്കും അനുഭവങ്ങളുണ്ട്. അപ്പോൾ അതിനകത്ത് റെയിൽവേ അധികാരികൾ അതൊന്ന് ശ്രദ്ധിച്ച് അതിന് വേണ്ട ഒരു നടപടി സ്വീകരിക്കണം എന്നുള്ളൊരു അഭിപ്രായം ഉണ്ട്. നമുക്ക് ഒരു പാസഞ്ചർ എന്നുള്ള നിലയിൽ നമുക്കുണ്ട്. ഈ ഒരു സർവീസ് റോഡാണ് നേരെ ചെന്ന നമ്മുടെ ചോറ്റാനിക്കര തിരുവാങ്കുളം ആ റോഡിലോട്ട് വന്ന് കയറുന്നത്. ഈ വണ്ടികൾ കാരണം തന്നെ അവിടെ കയറാനും വളയാനും ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ ഞാൻ റെഗുലർലി ആലപ്പുഴയ്ക്ക് പോകുന്നുണ്ട്. സ്വന്തം വീട് ആലപ്പുഴയാണ്. ഈ ഭാഗം ക്രോസ് ചെയ്യാൻ ഭയങ്കര പാടാണ്. പിന്നെ ഒരു പാരൽ റോഡ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കിഴക്കേക്കോട്ടയിലോട്ട് പോകുന്നതാണ്. അത് മുഴുവൻ ജാമായിരിക്കും. സ്ഥലമുണ്ടല്ലോ, അവരെടുക്കുന്നില്ലല്ലോ. വഴി മേടിച്ചത് 30 രൂപയാണ്. കാലത്ത് ഞാനൊരു 10 മണിക്ക് പോയി സമയമായി. ഇതിനെ കുറിച്ച് സംസാരിക്കുകയെങ്കിൽ ഒരു 15 രൂപ 30 രൂപയാണ് മേടിക്കുന്നത്. സൗകര്യം എന്ന് വെച്ചാൽ മഴ പെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് നനയും. മിസ്സിംഗ് ഒക്കെ ഉണ്ട് വണ്ടിക്കിടയ്ക്ക്. അങ്ങനെ ഒരു വിഷയമുണ്ട്. ചാർജ് ഇപ്പോൾ ഒരു മണിക്കൂറിന് 10 രൂപ ചാർജ് പറയുന്നത്. 1 മണിക്കൂറിന് 10 രൂപ. അതിപ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്കിപ്പോൾ 30 രൂപയായി. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും കിരൺകുമാർ ചേരുന്നുണ്ട്. കിരൺ, ഈ മാസം 1 മുതലാണ് ഈ പുതുക്കിയ പാർക്കിംഗ് ഫീസ് നിലവിൽ വരുന്നത്. നമുക്കറിയാം 2017 ശേഷമാണ് ഈ റെയിൽവേയിലെ പാർക്കിങ്ങിൽ ഒരു പരിഷ്കാരം ഉണ്ടാകുന്നത്. പക്ഷേ ഇത് സാധാരണക്കാരായ യാത്രക്കാരെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് സീസൺ യാത്രക്കാർക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ്. റെയിൽവേ എന്നാൽ യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കാത്ത തരത്തിലുള്ള ഒരു വർധന എന്ന് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ഇനി എന്ത് നടപടിയാണ് പ്രതീക്ഷിക്കേണ്ടത് സാധാരണക്കാരായ യാത്രക്കാർ? റെയിൽവേ സ്റ്റേഷനുകളിലെ പാർക്കിങ്ങിനായിട്ട് 20 മുതൽ 30% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് സ്ഥിരം യാത്രക്കാരെയാണ്. ഒരാൾക്ക് ഒരു ദിവസം രാവിലെ വാഹനം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ജോലിക്ക് പോയി മടങ്ങി എത്തുമ്പോൾ നേരത്തെ നൽകിയതിനേക്കാൾ ഇരട്ടിയിലധികം രൂപ പാർക്കിംഗ് ഫീസ് ഇനത്തിൽ നൽകേണ്ടി വരുന്നു എന്നൊരു പരാതി തന്നെയാണ് പ്രധാനമായിട്ടും ഉയരുന്നത്. റെയിൽവേ ടിക്കറ്റിനേക്കാൾ ഇരട്ടി തുകയാണ് പാർക്കിംഗ് ഫീസ് ഇനത്തിൽ ഈടാക്കുന്നത് എന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. അതായത് കൊച്ചിയിൽ നിന്ന് കോട്ടയത്തേക്കോ ആലപ്പുഴയിലേക്കോ ഒരാൾക്ക് ജനറൽ ടിക്കറ്റിൽ യാത്ര ചെയ്യാൻ 20 രൂപ മാത്രം ചിലവ് വരുന്ന ഒരു സാഹചര്യത്തിൽ ഒരു വാഹനം പാർക്ക് ചെയ്ത് പോകുമ്പോൾ സാധാരണ പാർക്കിങ്ങിലാണെങ്കിൽ 30 രൂപയും പ്രീമിയം പാർക്കിങ്ങിലാണെങ്കിൽ 150 രൂപയും നൽകേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. എറണാകുളത്ത് നോർത്തിലും സൗത്തിലും പ്രീമിയം പാർക്കിങ്ങും സാധാരണ പാർക്കിങ് എന്നീ 2 തരത്തിലാണ് പാർക്കിംഗ് സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഇതിൽ രണ്ടിലും വ്യത്യസ്തമായ നിരക്കാണ് ഉണ്ടായിരിക്കുന്നത്. പ്രീമിയം പാർക്കിങ്ങിലെ തുകയാണ് ഏറ്റവും കൂടുതലുള്ളത്. ഒരു ദിവസത്തെ പാർക്കിങ്ങിന് 2 വീലറിന് 150 രൂപയാണ് പ്രീമിയം പാർക്കിങ്ങിൽ നൽകേണ്ടി വരുന്നത്. ഏതായാലും
ഇത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിലാക്കുന്നത് ഈ സാധാരണക്കാരായിട്ടുള്ള യാത്രക്കാരെ, സ്ഥിരം യാത്രക്കാരെ തന്നെയാണ്. നേരത്തെ ഒരു മാസത്തേക്കുള്ള ഫീസ് ടൂ വീലറുകൾക്ക് 200 രൂപയാണ് സാധാരണ പാർക്കിങ്ങിൽ നൽകേണ്ടിയിരുന്നതെങ്കിൽ ഇപ്പോഴത് 600 രൂപയിലേക്ക് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇത് വലിയൊരു അടി തന്നെയാണ് സ്ഥിരം യാത്രക്കാരെ സംബന്ധിച്ച് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഈ പാർക്കിംഗ് ഫീസ് ഇനത്തിലുള്ള വർധനവ് അത് കുറക്കണമെന്നുള്ളൊരു ആവശ്യം പലതവണയായിട്ട് യാത്രക്കാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. യാത്രക്കാർ ഈ കാര്യങ്ങൾ റെയിൽവേ അധികൃതർക്ക് മുന്നിൽ ബോധ്യപ്പെടുത്തിയതാണ്. എന്നാൽ ഈ വിഷയത്തിൽ ഇതുവരെ ഒരു ഇടപെടൽ നടത്താനായിട്ട് റെയിൽവേയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് വ്യക്തമാകുന്നത്. റെയിൽവേയിലെ ഉദ്യോഗസ്ഥർ ഈ പരാതികൾ ലഭിച്ചിട്ടുണ്ട്, പരാതികൾ തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പോലും ഈ ഫീസ് വർധനവിൽ ഒരു ഇളവ് വരുത്താനായിട്ട് റെയിൽവേ ഉദ്യോഗസ്ഥർ ഇതുവരെ തയ്യാറാകുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം കൂടി ഉയരുന്നുണ്ട്.